2023 ആരംഭിച്ച ഇസ്രായേലുമായിട്ടുള്ള ഹമാസുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിടയിൽ നടക്കുന്ന വലിയ തോതിലുള്ള സംഘർഷം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. എന്നാൽ ഇസ്രായേൽ സേന തന്നെ, ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും സൈനിക തലവന്മാരെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ യുദ്ധം ഫലസ്തീനുമേൽ നടത്തിയ യുദ്ധം തികച്ചും അസ്ഥാനത്തായിരുന്നുവെന്നും ഇതിൻ്റെ ഭൗതികമായ ഗുണങ്ങളോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നോ സഖ്യരാജ്യങ്ങളിൽ നിന്നോ മതിയായ പിന്തുണ കിട്ടുന്നതിന് തടസ്സം സൃഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ സൈനിക തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് മുമ്പ് ഈ ഹമാസിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കാതെയായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും സൈന്യം ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാജിവെച്ച് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതായത് യുദ്ധത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി വരെ ഇതിൽ നിന്ന് രാജിവെക്കാൻ കാരണം നെതന്യാഹുവിൻ്റെ അനാവശ്യമായ കടുംപിടുത്തവും ഇല്ലാ കഥകളെ പ്രചരിപ്പിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ എതിർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ വിശ്വസനായിരുന്ന പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ രാജിവെച്ചത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ ഇപ്പോഴത്തെ സൈനികത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഹമാസിൻ്റെ ശക്തിയെ വളരെ കുറച്ച് കണ്ടതാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് പ്രധാനമായിട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാരണം. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച അഥവാ ഇന്നലെ പുറത്തു വന്ന ഇസ്രായേലി സൈനികത്തിൻ്റെ റിപ്പോർട്ടിലാണ്, അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നത്. അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിൻ്റെ നേതൃത്വത്തിനെതിരെയുമാണ് സൈന്യത്തിൻ്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. കാരണം യുദ്ധമുഖത്ത് ഏറ്റവും പങ്കെടുക്കുന്നതും അതിലിടപെടുന്നതുമെല്ലാം സൈന്യമാണ്. അപ്പോൾ സൈന്യത്തിന് കൃത്യമായിട്ട് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വ്യക്തമായ ഒരു റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കാൻ കാരണം. ഇസ്രായേലി സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ സൈന്യം പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ യുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് തുടക്കമിടുന്നതിന് മുൻപേ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിൽ വലിയ തോതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണനേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിനെ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് താല്പര്യമില്ലെന്നും ഈ നിലപാട് മാറിയാൽ ഇസ്രായേലിന് മതിയായ മുന്നറിയിപ്പ് ലഭിക്കുമെന്നുള്ള ധാരണ വർഷങ്ങളോളം ചെയ്യപ്പെടാതെ തുടർന്നു വന്നിരുന്നു. ഇതിനാൽ തന്നെ ആക്രമണം ചെറുക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ അഭാവവും ഉണ്ടായി. കൃത്യമായ ഒരു അനലൈസാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഗസയിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി യുദ്ധം ഇല്ലാതാക്കി ഹമാസിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നായിരുന്നു വിശ്വാസമെന്നും റിപ്പോർട്ടിലുണ്ട്. അതായത് ഒരു മൂഢമായ റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ എതിരാളികളുടെ ശത്രുവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശേഷിയെക്കുറിച്ച് യാതൊരുവിധ രീതിയിലുമുള്ള പൂർണ്ണമായ പഠനവും അവിടെ നടന്നിട്ടില്ല. അതായത് 2023 ഒക്ടോബർ 7 മുമ്പും ശേഷവുമുള്ള ഇസ്രായേൽ സൈനിക തന്ത്രം, യുദ്ധരീതികൾ, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് എന്നിവ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്നു. ഒരു 3-4 സെക്ടറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടാണ് സൈന്യം ഈ അന്വേഷണം നടത്തുകയും ഈ റിപ്പോർട്ട് ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും മോശം സാഹചര്യത്തിൽ പോലും ഹമാസിന് പരമാവധി 8 അതിർത്തി പോയിന്റുകളിൽ നിന്ന് കരാക്രമണം ആരംഭിക്കാൻ കഴിയുള്ളൂ എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ കരുതിയതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമായി പറയുന്നു. എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് 60-ലധികം വഴികളുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ കരയുദ്ധം നടത്താനോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വെറും 8 മാർഗങ്ങൾ മാത്രമുള്ളൂ എന്നായിരുന്നു ഇസ്രായേലിൻ്റെ ധാരണ. അതുകൊണ്ട് തന്നെ ഈ 8 കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സൈനിക സന്നാഹവും മറ്റും ഒരുക്കിയിരുന്നു. അഡ്വാൻസ്ഡായ മിഷണറീസ്, ആയുധങ്ങൾ, അതുപോലെ ടാങ്കറുകൾ, മിസൈൽ വേദ, അങ്ങനെ വേണ്ട എല്ലാ സംവിധാനങ്ങളും, അതോടൊപ്പം തന്നെ വളരെ കരുത്തരായ സൈനികരെയും ഇവിടെ ഈ 8 കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരുന്നു. പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ 60-ലധികം വഴികളിലൂടെയാണ് ഇസ്രായേലിലേക്ക് ഹമാസ് സേന അല്ലെങ്കിൽ ഫലസ്തീൻ സേന കയറിയത് എന്നുള്ളതാണ്. അതായത് കരാക്രമണം നടത്താൻ 60-ലേറെ വഴികളിലൂടെ ഇവർ കടന്നു വന്നു. കൃത്യമായി പറഞ്ഞാൽ 52 കേന്ദ്രങ്ങളും വെറും ബ്ലാങ്കായി തുറന്നു കിടന്ന പോയിന്റിലൂടെയാണ് ഹമാസ് കൃത്യമായിട്ട് ഈ രാജ്യത്തേക്ക് കടന്നത്. സൈന്യം കാത്തിരുന്ന
വരുന്ന 8 വഴികളിലൂടെയും ഇവർ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പ്രതിരോധിക്കുന്നതിൽ വലിയ തോതിൽ പരാജയപ്പെട്ടു. സ്വന്തം സിവിലിയന്മാരെ രാജ്യത്തിന്, ഇസ്രായേലിന്, നെതന്യാഹുവിന് സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള വളരെ ജാള്യത നിറഞ്ഞ, വളരെ പരിഹാസ്യത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നെതന്യാഹു എന്ന യുദ്ധതന്ത്രജ്ഞൻ തകർന്നു പോകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ 3 തവണ ഹമാസ് ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ അത് വൈകിപ്പിച്ചു. ഹമാസ് മുൻ തലവൻ യഹ്യ സിൻവാറിൻ്റെ നേതൃത്വത്തിൽ 2017 തന്നെ ആക്രമണത്തിനുള്ള ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ കാണിക്കുന്നുവെന്ന് ഇസ്രായേലി സൈനിക വക്താവ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. 2017 തന്നെ സിൻവാറിന് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു. ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ച് റോക്കറ്റുകൾ വർഷിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യം അമ്പരന്ന് പോയി. ഒരേ ടൈമും 1000-ലേറെ ആളുകളാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് റോക്കറ്റ് വിക്ഷേപണം നടത്തിയത്. ഇവർ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കുകയും അതിർത്തിയിൽ നിലയുറപ്പിച്ച 100 കണക്കിന് സൈനികരെ പെട്ടെന്ന് തന്നെ കീഴടക്കുകയും ചെയ്തു. വളരെ വേഗത്തിലാണ് ഇവർ അന്ന് രാജ്യത്തേക്ക് കടന്നു കയറുകയും റോക്കറ്റ് ആക്രമണം നടത്തി സൈനികരെ എല്ലാം ബന്ദികളാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നത്. അവിടെ നിന്ന് അവർ ഹൈവേകളിലേക്കും അതിർത്തി പ്രദേശങ്ങളിലേക്കും സംഗീത പരിപാടികൾ, സംഗീത നിശകളിൽ നടക്കുന്ന ഒന്നിലധികം റെസിഡൻഷ്യൽ ഏരിയകളിലേക്കും വളരെ വേഗത്തിൽ കടന്നു പോവുകയായിരുന്നുവെന്നും സൈന്യത്തിൻ്റെ ഈ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ആധുനിക ഇസ്രായേലി ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദിവസമായിട്ടാണ് ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ 7 കണക്കാക്കുന്നത്. ഇതിലേക്ക് നയിച്ച സർക്കാരിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് ദേശീയ അന്വേഷണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഇസ്രായേലി പ്രതിപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ സിവിൽ സമൂഹത്തിൽ നിന്നും മുറവിളി ഉയർന്നു വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സൈന്യത്തിൻ്റെ തന്നെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിച്ച ശേഷം മാത്രമേ ദേശീയ അന്വേഷണം സാധിക്കൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു. ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് രാജ്യത്തിൻ്റെ പരമമായ ഒരു രീതിയിലുള്ള എൻക്വയറി, വലിയ സുപ്രീം രീതിയിലുള്ള എൻക്വയറി നടത്താനത് ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ്. പക്ഷേ ഇതിനിടയിൽ തന്നെ സൈന്യം ഇതുപോലെ തന്നെ നെതന്യാഹു പോലും അറിയാതെ ഒരു അന്വേഷണം നടത്തി വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടതോടുകൂടി ശരിക്കും ലോകത്തിന് മുമ്പിൽ തന്നെ തുണിയുരിഞ്ഞ കാഴ്ചയിലേക്ക്, കാരണം വെച്ചാൽ പൊതുജന മധ്യത്തിൽ നഗ്നനായ അവസ്ഥയിലേക്ക് നെതന്യാഹുവും അതുപോലെ തന്നെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചവരും പെട്ടിരിക്കുകയാണ്. കാരണം കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണ ലഭിക്കുമെന്ന് ഇവർ കരുതിയിരുന്നുവെങ്കിലും അമേരിക്കയുടെ പിന്തുണ ലഭിച്ചിട്ടില്ല. ട്രംപ് വന്നതിന് ശേഷവും ചില ഡയലോഗുകൾ വിടുന്നതല്ലാതെ ഒരു തരത്തിലുമുള്ള സപ്പോർട്ടും ഈ പറയുന്ന ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നെതന്യാഹുവിനെ കുഴയ്ക്കുന്നത്.